ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇഫ്താറെല്ലാം വരാൻ പോവല്ലേ, അപ്പോൾ ആ ഒരു ടൈമിലെല്ലാം അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഗസ്റ്റ് വരുന്ന ടൈമിൽ, പാർട്ടി ടൈമിൽ എല്ലാം സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഒരു പോളൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പോളൻ്റെ പേര് ചിക്കൻ ടിക്ക എന്നാണ് കേട്ടോ. ചിക്കൻ ടിക്ക പോള ഇതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പേര് കേട്ട പോലെ ഭയങ്കര പണിയൊന്നുമല്ല കേട്ടോ, ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. ആദ്യം തന്നെ ചിക്കനെ ക്യൂബ്സ് ആക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 3/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലയും പിന്നെ കുറച്ച് കസൂരി മേത്തി കൈ വെച്ച് പൊടിച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കുക, നിർബന്ധമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും എല്ലാം ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ സാദാ ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, ഏത് ഓയിലായാലും പ്രശ്നമില്ല. അതും 2 ടേബിൾ സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. ചിക്കന് മൊത്തത്തിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ അതിൽ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുത്തിന് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ആക്കാൻ വെച്ചിട്ട് നമുക്ക് ആ ഒരു ടൈം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് നല്ലോണം ചൂടായാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സാക്കിയിട്ട് അതിൻ്റെ ആ ഒരു റോ സ്മെല്ലെല്ലാം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഒരു 1-2 മിനിറ്റെല്ലാം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാനൊരു 3 സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായോണ്ടാണ് കേട്ടോ 3 സവാള എടുത്ത്, വലുതെല്ലാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള 2 സവാളയെല്ലാം മതിയാവും. ഇപ്പം നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം സവാള അത്യാവശ്യം നല്ല വാടി വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക. സവാള ഇട്ടതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ, എന്നാൽ പെട്ടെന്ന് വാടി കിട്ടും. എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് വാട്ടിയെടുത്താൽ മതി. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. സവാള പെട്ടെന്ന് വാടി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് അല്ല രൂപത്തിലൊന്നും ആക്കിയെടുക്കണ്ട, നമ്മൾ സാധാ എല്ലാത്തിനും വേണ്ടിയിട്ട് മസാലയെല്ലാം റെഡിയാക്കി എടുക്കൂലേ, ആ ഒരു രീതിയിൽ വാട്ടിയെടുത്താൽ മതി. മസാല റെഡിയാക്കി എടുക്കുന്ന ടൈമിൽ തന്നെ ഞാൻ അപ്പുറത്തുനിന്ന് ചിക്കന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. സവാള അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു തക്കാളി നല്ല പേസ്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു തക്കാളിയാണ്, വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കാണ്ട് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ, വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും ആ ഒരു സ്മെല്ലും എല്ലാം മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ആ ഒരു തക്കാളീൻ്റെ പേസ്റ്റ് അതിൽ നിന്നൊന്ന് വറ്റിയ രൂപത്തിലായി കിട്ടണം. അതുവരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ. ഒരു 5-6 മിനിറ്റെല്ലാം കഴിയുമ്പോഴത്തേക്ക് അത് ഇതേപോലെ വറ്റി വരും കേട്ടോ. അതൊന്ന് വറ്റി വന്നാൽ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കന് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മല്ലിയിലയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാപ്സിക്കം പിന്നെ പച്ചമുളകും കൂടി ആഡ്
ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ ഒരു പച്ചമുളകാണ് കേട്ടോ, നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ഒന്ന് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ എരിവിനനുസരിച്ചിട്ട് 2 or 3 എല്ലാം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. എല്ലാം കൂടി മൊത്തത്തിൽ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കുറച്ച് കസൂരി മേത്തിയും കൂടിയിട്ട് കൈകൊണ്ട് പൊടിച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. കസൂരി മേത്തി ഉണ്ടെങ്കിൽ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാര്യം അതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും എല്ലാം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല, അങ്ങ് സ്കിപ്പാക്കി കൊടുക്കുക. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ സാധാരണ സ്നാക്സ് എല്ലാം ഉണ്ടാക്കുന്ന ടൈമിൽ ഉണ്ടാക്കൂലേ, അതുപോലെയല്ല, ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇനിയിപ്പം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു സ്നാക്സിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 250 ml ഒരു കപ്പ് അളവിൽ പാലും അതേ അളവിൽ തന്നെ 250 ml ആ കപ്പിൽ മൈദപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 മുട്ടയും കൂടിയിട്ട് പൊട്ടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 7-8 പെപ്പർ കോൺ, പെപ്പർ പൊടിക്കാത്തതില്ലേ, അതുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏത് ഓയിലായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഇതടച്ചിട്ട് എല്ലാം കൂടി മൊത്തത്തിൽ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക, ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതിപ്പം എല്ലാം കൂടി മൊത്തത്തിൽ ഞാൻ ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ റെഡിയാക്കി എടുക്കാൻ. പിന്നെ ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. ഇത് അത്യാവശ്യം നല്ല ലൂസിലാണ് കേട്ടോ ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. ഒരുപാടങ്ങ് ലൂസായി പോയാൽ നമ്മളത് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ടൈമിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കഴിക്കാൻ പറ്റൂല. അപ്പം അത്യാവശ്യം നല്ല തിക്കിൽ ഒന്ന് ലൂസാക്കിയിട്ട് വേണം കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. ആ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. ഇനിയിപ്പം ഇത് റെഡിയാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ടൊരു പാന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയതിൽ നിന്ന് പകുതി ഭാഗത്തിൽ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല എല്ലാ ഭാഗത്തായിട്ട് ഇതേപോലെ സ്പ്രെഡാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചതിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം മസാല ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ബാക്കിയുള്ള ബാറ്ററും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കലാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ബാറ്റർ ഒഴിച്ച് പിന്നെ മസാല മാത്രം ഇട്ടിട്ട് അങ്ങനെയും റെഡിയാക്കി എടുക്കുക. ഇതിപ്പം ഞാൻ 2 സ്റ്റെപ്പായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നോക്കിയിട്ട് ആക്കിയെടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ടൈമിൽ അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ബാക്കിയുള്ള മസാലയും കൂടി ഞാൻ മൊത്തത്തിൽ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് സ്പ്രെഡാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള തക്കാളിയും കുക്കുംബറും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഓപ്ഷണലാണ്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. കഴിക്കുന്ന ടൈമിലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം ഇതടച്ച് വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. ഒരു 25 to 30 മിനിറ്റ് വരെ കുക്കാക്കി എടുക്കുക കേട്ടോ. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഒരു 25 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് കറക്റ്റ് കുക്കായി കിട്ടീനോ നോക്കാനും വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാനിതാ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത്. ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ് ഇതുണ്ടാക്കിയെടുക്കാൻ, കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഒരു മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇഫ്താറിൻ്റെ ടൈമിൽ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഏത് ടൈമിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും
ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലെ നല്ല അടിപൊളി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.